الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ശിഷ്ടജീവിതത്തിൽ അവനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ നമ്മുടെ എല്ലാം അനുകൂല സാക്ഷിയാക്കി പടച്ച തമ്പുരാൻ മാറ്റി തീർക്കുമാറാകട്ടെ. ലോകത്തെ പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാനിന്റെ അതിപ്രധാനമായ ഒരു വെള്ളിയാഴ്ചയിലാണ് എല്ലാവരും ഇഅ്തികാഫ് എന്ന നിയ്യത്തിലായി ശ്രദ്ധയോടെ ഇരിക്കുക. 1990 ഗൾഫ് യുദ്ധം നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. ഗൾഫ് യുദ്ധകാലത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടാത്ത ഒരത്ഭുത സംഭവം സൗദി അറേബ്യയിലുണ്ടായി. ഇറാഖിന്റെ അതിർത്തികളിൽ നിന്നും കുവൈറ്റ് എണ്ണ മോഷ്ടിക്കുന്നു എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത്. 91 ജനുവരി 17 യുദ്ധം ആരംഭിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോ കുവൈറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്തതായി ഇറാഖ് ഞങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയത്തിന്റെ പേരിൽ സൗദി അറേബ്യ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കാനഡയുടെയും ഈജിപ്തിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള സഖ്യസേന സൗദി അറേബ്യയിൽ പറന്നിറങ്ങി. അതിശക്തമായ പോരാട്ടം നടന്നു. ഇറാഖിന്റെ ആയുധ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി. 37 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചു. പിന്നീട് സദ്ദാം ഹുസൈനെ പിടികൂടുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. സഖ്യസേന സൗദി അറേബ്യയിൽ താമസിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ചില കോപ്പികൾ അവരുടെ കൈകളിലെത്തി. ഇത് അവരിൽ വല്ലാത്ത മനപരിവർത്തനങ്ങളുണ്ടാക്കി. 3000-ലധികം വരുന്ന സഖ്യസേനയിലെ പട്ടാളക്കാർ സൗദി അറേബ്യയിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നത്. സാധാരണ അമേരിക്ക ഒരു യുദ്ധം തുടങ്ങിയാൽ 37 ദിവസം കൊണ്ടൊന്നും യുദ്ധം സാധാരണയിൽ അവസാനിക്കാറില്ല. 3000-ലധികം സഖ്യസേനയുടെ പട്ടാളക്കാർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ തങ്ങൾക്ക് കിട്ടിയ ഈ പരിശുദ്ധമായ ഖുർആനിനെ പിടിച്ചുകൊണ്ട് അറബികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്രയും മഹത്തമായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടാണോ ഇത് തലക്ക് വെച്ച് നിങ്ങൾ കിടന്നുറങ്ങിയത്? അങ്ങനെ അവർ അവിടെ നിന്നും തങ്ങളെ മതം പഠിപ്പിക്കാൻ ആവശ്യമായ മതപണ്ഡിതന്മാരുമായി നാട്ടിലേക്ക് പോയി. അവരവിടെ വെച്ചെടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഞങ്ങളുടെ നാടുകളിൽ ഈ മതം ഞങ്ങൾ പ്രചരിപ്പിക്കും. ഈ വാർത്തയൊന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അവഗണിക്കുന്ന അറബികളോടുള്ള കൃത്യമായ അവരുടെ മാനസികമായ രോക്ഷം സൗദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിച്ചിട്ടാണ് സഖ്യസേനയിലെ മുസ്ലിമീങ്ങൾ അന്ന് നാടുവിട്ടത്.
ഈ പരിശുദ്ധ ഖുർആൻ കയ്യിൽ കിട്ടിയിട്ട് അതിന് വേണ്ടവിധം പരിഗണിക്കാത്ത അറബ് സമൂഹത്തോടുള്ള അവരുടെ കൃത്യമായ ഒരു ചോദ്യമായിരുന്നു അത്. ഇത് തലക്ക് വെച്ച് നിങ്ങൾ കിടന്നുറങ്ങുകയാണോ? അലിമിയാൻ എന്ന ലോകം ആദരവോടെ വിളിച്ച ഇന്ത്യയിലെ ബഹുമാന്യനായ പണ്ഡിതൻ അബുൽ ഹസൻ അലി നദവി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഷെയ്ഖ് മുഹമ്മദ് ദുബായിലേക്ക് ഒരിക്കൽ കൊണ്ടുപോകുന്നുണ്ട്, അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ്. ലഖ്നൌ വിമാനത്താവളം ഡൊമസ്റ്റിക് വിമാനത്താവളമാണ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒരു ദിവസത്തേക്കുവേണ്ടി ആ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചു. ഷെയ്ഖ് മുഹമ്മദിന്റെ വിമാനം ലഖ്നൌ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. അലീമിയാനെ വഹിച്ചുകൊണ്ട് ദുബായിൽ ഇറങ്ങി. ഷെയ്ഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അലിമിയാൻ 2 മണിക്കൂർ പ്രസംഗിച്ചു. ഈ 2 മണിക്കൂറും അറബ് ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവ് ഷെയ്ഖ് മുഹമ്മദ് നിന്നുകൊണ്ട് അലീമിയാന്റെ പ്രസംഗം കേട്ടു, ഇരുന്നില്ല. ഈ 2 മണിക്കൂറും അദ്ദേഹം കുറ്റപ്പെടുത്തിയത് അറബ് സമൂഹത്തെയാണ്. ഒരു വിശുദ്ധമായ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട്, നിങ്ങളുടെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ട്, ഒരു റസൂല് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എന്തേ നിങ്ങൾ ഇങ്ങനെയായിപ്പോയി എന്നാണ് അദ്ദേഹം 2 മണിക്കൂർ അറബികളോട് ചോദിച്ചത്. 2 മണിക്കൂറും അറബ് സമൂഹത്തെ കുറ്റപ്പെടുത്തി പ്രസംഗം കഴിഞ്ഞപ്പോ നദവി സാഹിബിന്റെ കയ്യിലേക്ക് 1,00,000 ദിർഹം അടങ്ങുന്ന പാരിതോഷികവും അവാർഡും കൊടുത്തു. അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരു പൊതി അഴിച്ചിട്ട് ആ പൊതി ഷെയ്ഖ് മുഹമ്മദിന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പഴയ കോപ്പിയായിരുന്നു, പുതിയതുമായിരുന്നല്ലോ, ഒരു പഴയ കോപ്പി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും ഇത് മുറുകെ പിടിച്ച് ജീവിക്കുക, നിങ്ങൾക്കിതിനോട് വലിയൊരു കടപ്പാടുണ്ട്. കാരണം നിങ്ങളുടെ ഭാഷയിലാണിത്, നിങ്ങളുടെ നാട്ടിലാണ് ഒരു റസൂൽ വന്നത് എന്ന് കൃത്യമായൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അലിമിയാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ ഈ 2 സംഭവങ്ങളും നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ കാരണം, നാം ഉള്ളത് പരിശുദ്ധമായ റമദാനിലാണ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ മഹത്വം എന്ന് പറയുന്നത് അത് ഈ പരിശുദ്ധ ഗ്രന്ഥം ഇറങ്ങി എന്നുള്ള മഹത്വമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആനിന്റെ 2 അവതരണവും റമദാനിലായിരുന്നു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഖുർആനിനെ ഇറക്കിയത് അതും റമദാനിലാണ്. ബൈത്തുൽ ഇസ്സയിൽ നിന്നും ഹിറാ ഗുഹയിലേക്ക് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറക്കിയതും അതും റമദാനിലാണ്. ഖുർആൻ മാത്രമല്ല, അള്ളാഹു അവന്റെ വേദഗ്രന്ഥങ്ങളെയൊക്കെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ്. നമുക്കറിയാം, റമദാൻ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. ലൈലത്തുൽ ഖദർ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനാണ്. ആ നബിയുടെ ഉമ്മത്തായ നമ്മളാണ് ഖൈറു ഉമ്മത്ത്. എല്ലാ സമുദായങ്ങളെക്കാളും ശ്രേഷ്ഠമായ സമുദായം നമ്മളാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്താണ് ഈ ശ്രേഷ്ഠതകളുടെ മാനദണ്ഡം? ഈ ശ്രേഷ്ഠതകളുടെയൊക്കെ മാനദണ്ഡം വിശുദ്ധ ഖുർആനാണ്. റമദാൻ ശ്രേഷ്ഠമാകാൻ കാരണം ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ടാണ്. ഖുർആനിനെ മാറ്റി നിർത്തിയാൽ റമദാനിനൊരു മഹത്വമില്ല. ലൈലത്തുൽ ഖദറിന് പുണ്യം കിട്ടാൻ കാരണം ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ്. ഖുർആൻ മാറ്റിയാൽ ഖദർ ഒരു പുണ്യരാത്രിയുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഖുർആൻ തങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ ഉമ്മത്തിന് ശ്രേഷ്ഠത ഉണ്ടാകാൻ കാരണം അള്ളാഹു ഖുർആൻ കൊടുക്കാൻ വേണ്ടി ഉമ്മത്തിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ജിബ്രീൽ ശ്രേഷ്ഠനാകാൻ കാരണം ഈ ഖുർആനിനെ റസൂലിലേക്ക് വഹിയായി എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ മഹത്വങ്ങളെയെല്ലാം ഒന്നിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിനെ മാറ്റി നിർത്തിയാൽ ഇതൊന്നും മഹത്വമല്ല. ഖുർആൻ തൊട്ടതിനെയെല്ലാം മഹത്വമാക്കി. അങ്ങനെ തൊട്ടതിനെയെല്ലാം മഹത്വമാക്കാൻ പറ്റുന്ന മഹത്വം ഖുർആനിനുണ്ട്. കാരണം ഈ ഖുർആനാണ് മാനവചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതിയത്. മനുഷ്യരെ മാറ്റിമറിച്ചത് ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫാണ്. അതുകൊണ്ടാണല്ലോ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹു മൂസാ നബിയെ സീനായി മരുഭൂമിയിൽ തൂർ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം പടച്ചോനോട് പറഞ്ഞു, അള്ളാഹുവേ ആയത്തിനി സൂറത്തൻ മിനൽ ഖുർആൻ, എനിക്ക് ഈ തൗറാത്ത് വേണ്ട, നീ ഉമ്മത്ത് മുഹമ്മദിന് കൊടുക്കാനിരിക്കുന്ന ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് എനിക്ക് തന്നാൽ മതി, ഖുർആൻ ആകെ വേണ്ട, ഒരു ചെറിയ സൂറത്ത് കിട്ടിയാൽ മതി, എനിക്ക് തൗറാത്ത് വേണ്ട. അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട്, മൂസ അത് ചോദിക്കരുത്. നൂറൈനി ലാ ഉഅ്തിഹിമാ ഇല്ലാ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 2 പ്രകാശങ്ങളെ കാത്തുവച്ചിട്ടുണ്ട്, ആ പ്രകാശങ്ങൾ ഉമ്മത്ത് മുഹമ്മദിന് ഞാൻ കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് അത് ചോദിക്കരുത്. നൂറു റമളാന വ നൂറുൽ ഖുർആൻ, ഒന്ന് റമളാനാകുന്ന പ്രകാശമാണ്, മറ്റൊന്ന് ഖുർആനാകുന്ന പ്രകാശമാണ്. ഇത് 2 മൂസ ഞാൻ നിങ്ങൾക്ക് തരില്ല, ഞാൻ എന്റെ അവസാന കാല ഉമ്മത്തിന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. മൂസാ നബിക്ക് കൊടുക്കാതെ അള്ളാഹു കാത്തുവച്ചൊരു കനിയാണ് ഈ റമളാൻ. മൂസാ നബിക്ക് കൊടുക്കാതെ അള്ളാഹു കാത്തുവച്ചൊരു നിധിയാണ് ഈ ഖുർആൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. എന്തിനാണ് ഈ ഖുർആൻ? എന്തിനാണ് ഈ ഖുർആൻ എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ മറുപടി പറയുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിയുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് മനുഷ്യരെ വഴി നടത്താൻ വേണ്ടിയാണ്. മനുഷ്യൻ അന്ധകാരത്തിലാണ്. മനുഷ്യൻ പ്രകാശത്തിലേക്ക് വരണമെങ്കിൽ അവന് വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ തന്നെ ഖുർആനിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ, വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. ലോകത്ത് വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ്. എന്താണെന്നൊരു കാരണം, ലോകത്തെ ഏതൊരു സമൂഹത്തിലും പുരോഹിതവർഗം അവർ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ മറകളായിരുന്നു. മനുഷ്യരെ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ ഒരു കാലത്തും പുരോഹിതന്മാര് സമ്മതിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ, മതഗ്രന്ഥം മനുഷ്യൻ പഠിച്ചാൽ അവൻ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടും. അവർ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. അതുകൊണ്ട് പൗരോഹിത്യം എന്നും ഈ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരു ഉരുക്കുമറയായി നിലനിന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ, ഇന്നലകൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അതൊരു മതത്തിന്റെ മാത്രമല്ല. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കേവലം 4% ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണ വർഗത്തിന് ഹിന്ദുവിന്റെ മതഗ്രന്ഥം വായിക്കാൻ അനുവാദമുള്ളൂ. ഹിന്ദുവിന്റെ മതഗ്രന്ഥം കേവലം 4% വായിക്കാൻ കഴിയും. അല്ലാത്തവൻ വായിച്ചാൽ അവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നാ പറയുന്നത്. ഇനി അവൻ ആ മതഗ്രന്ഥം കേൾക്കാതിരിക്കാൻ വേണ്ടി. ബൈബിൾ, ക്രിസ്ത്യാനിയുടെ ബൈബിൾ വായിക്കുന്നതിന് പരമ്പരാഗത സഭകളൊക്കെ എതിരായിരുന്നു. സാധാരണക്കാര് ബൈബിൾ വായിക്കരുതെന്നാണ് പരമ്പരാഗത സഭകൾ അണികളെ പഠിപ്പിച്ചത്. അടുത്ത കാലത്താണ് പുതിയ നിയമം വായിക്കാനുള്ള അനുമതി അടുത്ത കാലത്താണ് ക്രൈസ്തവ സഭകൾ കൊടുക്കുന്നത്. ഇപ്പോഴും പഴയ നിയമം വായിക്കാൻ അവർക്ക് അനുവാദമില്ല. അപ്പൊ പൗരോഹിത്യം മനുഷ്യരെ അന്ധകാരത്തിൽ തളച്ചിടാൻ വേണ്ടി, മനുഷ്യരെ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു കാലത്താണ് പൗരോഹിത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇഖ്റ, വായിക്കണം, പഠിക്കണം, സാധാരണക്കാരൻ പഠിക്കണം, അവന്റെ അന്ധകാരം മാറണം, അവൻ വെളിച്ചത്തിലേക്ക് വരണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം പ്രഖ്യാപിച്ചത്. എന്തുണ്ടായി? അറബ് സമൂഹം വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങി, അത് പഠിക്കാൻ തുടങ്ങി. 23 വർഷക്കാലം കൊണ്ട് കാട്ടറബികളായിരുന്ന മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്റെ വഫാത്തിന്റെ സമയത്ത് പറയുന്നത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും യഹ്തദൈതും. കാടന്മാരായിരുന്ന, കാട്ടറബികളായിരുന്ന ഉമറിനെ ചൂണ്ടിയിട്ടും അനുയായികളെ ചൂണ്ടിയിട്ടും പറഞ്ഞു, ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ നക്ഷത്ര തുല്യരാണ്. നിങ്ങൾ അവരുടെ ആരുടെ പുറകെ പോയാലും, ആരെ പിൻപറ്റിയാലും, ഏതൊരു സഹാബിയെ ഫോളോ ചെയ്താലും ഇഹ്തദൈത്തും, നിങ്ങൾ സഞ്ചരിക്കുന്നത് സന്മാർഗത്തിന്റെ മാർഗത്തിലൂടെയായിരിക്കുമെന്ന് ലക്ഷത്തിച്ചില്ലാനും സഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാട്ടറബികളെ പരിവർത്തിപ്പിച്ചത് ഈ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അതവർക്ക് വായിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴാണ്, അതവർ പഠിച്ചപ്പോഴാണ്. അങ്ങനെയാണ് ഉമർ മാറിയത്. ഉമർ പറയുമായിരുന്നു, ഖത്താബിന്റെ കഴുതം നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാകില്ല. ഉമറിന്റെ വാപ്പയ്ക്കൊരു കഴുതയുണ്ടായിരുന്നു.
ഉമർ പറയും, എന്റെ വാപ്പാടെ കഴുത നന്നായാലും ഞാൻ നന്നാകാൻ പോകുന്നില്ല, എന്നെ നന്നാക്കാനായിട്ട് നോക്കുകയും വേണ്ട. ആ ഉമറിനെ പോലും പരിവർത്തിപ്പിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയാക്കി നീതിയുടെ നിറകുടമാക്കി മാറ്റിയത് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ പഠനമാണ്. അവർ വിശുദ്ധ ഗ്രന്ഥം കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ കൈവച്ച് നടന്നവരാണ്, ഈ ഗ്രന്ഥം കേൾക്കാതിരിക്കാൻ വേണ്ടി. ജുബൈർ ഇബ്നു മുത്തഇം റളിയല്ലാഹു തആല അൻഹു ഒരു കാലത്ത് പ്രവാചകന്റെ ബദ്ധവൈരിയാണ്. പ്രവാചകൻ അങ്ങാടിയിലൂടെ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോ ആളുകളെ കല്ലെറിഞ്ഞ് പ്രവാചകനെ ഓടിച്ച, ആളുകളെ ഖുർആനിൽ നിന്നും അകറ്റിയ മനുഷ്യനായിരുന്നു ജുബൈർ ഇബ്നു മുത്തഇം. പക്ഷേ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിന് ഒത്തൂരി വ കിതാബി മസ്തൂർ എന്ന ഖുർആനിന്റെ ആ സൂറത്ത് ഓതുന്ന കേട്ടപ്പോ അദ്ദേഹത്തിന് അത് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടുപോയി. അവസാനം 7ാമത്തെ ആയത്ത്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ നാഥന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, റബ്ബിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. ഈ ആയത്തെത്തിയപ്പോ മുത്തഇമിന് ബോധം തെളിഞ്ഞു. മുത്തഇം വിചാരിച്ചു, ഞാൻ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല, മുഹമ്മദ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം, ഇതാണ് ശരി, ഇത് മാസ്മരികമാണ്, ഇതാണ് സത്യം. തിരിച്ചറിഞ്ഞ ജുബൈർ ഇബ്നു മുത്തഇം റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൈപിടിച്ച് ഈ ആദർശത്തിലേക്ക് കടന്നുവന്ന് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ വലിയൊരു സേവകനായി മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ഇതൊരു ഇന്നലകളുടെ ചരിത്രം മാത്രമല്ല, ഇന്നിന്റെ ചരിത്രമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വച്ചത്, ഗൾഫ് യുദ്ധക്കാലത്ത് സഖ്യസേനയുടെ പട്ടാളക്കാര് പോലും 3000-ലധികം പട്ടാളക്കാരെ ഈ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചു. അവർ ഈ മതഗ്രന്ഥത്തിന് അനുയായികളായി മാറി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1978 പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്ന കെ.ടി. സ്റ്റീവൻസ് എന്ന പേരിൽ അറിയപ്പെട്ട സംഗീത ലോകത്തെ വലിയൊരു മഹാനായ മനുഷ്യൻ. കെ.ടി. സ്റ്റീവൻസ് വലിയ സംഗീതത്തിന്റെ, പോപ്പ് സംഗീതത്തിന്റെ പിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതമുണ്ടെന്ന് കേട്ടാൽ അറബികൾ പോലും ചാർട്ടേഡ് വിമാനത്തിൽ പോകുമായിരുന്നു. അത്ര ആകർഷകമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു കെ.ടി. സ്റ്റീവൻസ്. കോടിക്കണക്കിന് ഡോളറാണ് പാട്ടുപാടി ഉണ്ടാക്കിയത് അദ്ദേഹം. അവസാനം അദ്ദേഹം കാലിഫോർണിയയിലെ ഒരു നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ താൻ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ സത്യമാർഗം സ്വീകരിക്കാം. അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം കരക്കെത്തി. പിന്നെ അദ്ദേഹം അന്വേഷിച്ചത് ഏതാണ് സത്യമാർഗമെന്നാണ്. അങ്ങനെ അദ്ദേഹം വ്യഭിചരിച്ചും മദ്യപിച്ചും ലക്കുകെട്ട് ലണ്ടനിലെ ആശുപത്രിയിൽ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഹോദരൻ ദാവീദ് ഒരു ഖുർആനിന്റെ കോപ്പി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അടുത്തിരുന്നൊരു ഒരു ഹാഫിളായ ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ ഓതി കേൾപ്പിക്കുന്നുണ്ട്. യൂസുഫ് അലി ഇസ്ലാം എന്ന് പിൽക്കാലത്ത് പേര് സ്വീകരിച്ച് 978 ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഈ മനുഷ്യൻ കെ.ടി. സ്റ്റീവൻസ്. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. ഞാൻ എത്ര തവണ വ്യഭിചരിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എത്ര ബോട്ടിലും മദ്യം കുടിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ലക്ക് കെട്ടുകിടന്ന് എന്നെ വഴിമാറ്റി സഞ്ചരിപ്പിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. പിന്നീട് അദ്ദേഹം ആരായെന്നറിയുമോ? മുട്ടിന് താഴെ ഇറക്കം വരുന്ന ജുബ്ബ ധരിച്ച് സുന്ദരമായ തൊപ്പിയും വെച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ സ്കോളറായി മാറിയ വലിയൊരു മനുഷ്യൻ, വലിയ പ്രബോധകനായി മാറി. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഉച്ചാന്താടിയാണ്. ഫ്ലൈറ്റിൽ വെച്ച് അദ്ദേഹത്തോടെ എയർ ഹോസ്റ്റസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ഒരു ടെററിസ്റ്റിന്റെ ലുക്കുണ്ട്, തീവ്രവാദിയെ പോലെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ താടി വടിച്ചാലേ യാത്ര ചെയ്യാൻ പറ്റൂ അമേരിക്കയിലേക്ക്, അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇറക്കി വിടും, ജർമ്മനിയിലെ എയർപോർട്ടിൽ ഇറക്കി വിടും. നിങ്ങൾക്ക് ഷേവിംഗ് സെറ്റ് തരാം, ബാത്തപ്പിൽ പോയി ഷേവ് ചെയ്തിട്ട് വരണം, താടി കളയണം. ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ താടി കളഞ്ഞിട്ടുള്ളൊരു യാത്ര എനിക്ക് അമേരിക്കയിലേക്ക് വേണ്ട, എന്നെ അടുത്ത എയർപോർട്ടിൽ ഇറക്കിക്കോ. ഫ്രാങ്ക്ഫർട്ടിലെ എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങി ആ മനുഷ്യൻ. പിന്നീട് അദ്ദേഹം സംഗീതത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ അദ്ദേഹം പാടിയ സംഗീതങ്ങൾ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ ഉടമയായ അദ്ദേഹം അതെല്ലാം മാറ്റി, എല്ലാം ഒഴിവാക്കി. ഹറാമിലൂടെ എന്റെ സമ്പാദ്യം എനിക്ക് വേണ്ട എന്ന് യൂസുഫ് അലി ഇസ്ലാം തീരുമാനിച്ചു. സഹോദരങ്ങളെ, ഇദ്ദേഹത്തെയും വഴിമാറ്റി സഞ്ചരിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഇതൊരൊറ്റപ്പെട്ട ചരിത്രങ്ങളല്ല. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ അവർ ലഹരിക്ക് അടിമകളായിരുന്നു ആ സമൂഹം. പക്ഷേ ഒരൊറ്റ ആയത്ത് മതിയായി മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ ജാറുകൾ പൊട്ടിച്ചൊഴിക്കാൻ.
വലിയ വലിയ ഷാപ്പ് കോൺട്രാക്ടർമാരായിരുന്നു പഴയ കാലത്ത് സഹാബാക്കൾ. പക്ഷേ ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, മദ്യം പൈശാചികമാണ്, നിങ്ങളത് ഉപേക്ഷിക്കണം എന്ന ഒരൊറ്റ ആയത്തിലൂടെ മദ്യത്തിന്റെ ജാറുകൾ പൊട്ടിച്ചൊഴുക്കി മദീന അക്ഷരാർത്ഥത്തിൽ മദീനയുടെ ഓടകളിലൂടെ മദ്യമൊഴുകിയെന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒറ്റ ആയത്തുകൊണ്ട് അവരെ മാറ്റിമറിച്ചു. എന്തേ? ഇന്നും ആ ഖുർആൻ നമ്മുടെ കയ്യിലില്ലേ? ഇന്നും ഞാനും നിങ്ങളും ഓതുന്നത് ആ ഖുർആനല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ലഹരിക്കടിമകളായി മാറിക്കഴിഞ്ഞു? എന്തേ ഈ ഖുർആൻ നമ്മെ തിരുത്താത്തത്? സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചൊരു മാസത്തിലാണുള്ളത്. ഈ പുണ്യമാസത്തിൽ ഈ പുണ്യഗ്രന്ഥത്തെ നെഞ്ചിലേറ്റാൻ ബാധ്യസ്ഥരായ നമ്മൾ ഇനിയും മാറി നിന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും. പടച്ചോൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മളെ പരിവർത്തിപ്പിക്കണം. റമദാൻ ഒരു വർക്ക്ഷോപ്പാണ്. ഈ പണിപ്പുരയിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വായനയിലൂടെ, പഠനത്തിലൂടെ, മനനത്തിലൂടെ, ഗഹനത്തിലൂടെ, ചിന്തയിലൂടെ ഈ ഖുർആനിനെ അനുസരിച്ച് അനുകരിച്ച് ജീവിക്കുന്നതിലൂടെ നമ്മളെ പരിവർത്തിപ്പിക്കപ്പെടണം. വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തീരണം. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നമ്മളിൽ ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. നമ്മുടെ വീടുകൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കച്ചവടക്കാരിൽ, നമ്മുടെ കർഷകരിൽ, നമ്മുടെ ഉദ്യോഗസ്ഥരിൽ, എല്ലാവരിലും ഈ പരിശുദ്ധമായ ഖുർആനിന്റെ സ്വാധീനമുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകണം. ബദരീങ്ങളെ സൃഷ്ടിച്ചത് ഈ ഖുർആനാണ്. 313 പേര് 1000-ഓളം വരുന്ന ശത്രുക്കളോട് ബദറിൽ പോരാടി വിജയിച്ചതിന്റെ വാർഷികമാണ് വരുന്ന ചൊവ്വാഴ്ച. റമദാൻ 17 ബദർ ദിനമാണ്. എങ്ങനെയാണ് ബദരീങ്ങൾക്ക് ഈ ശക്തി കിട്ടിയത്? അവർ ഈ ഖുർആൻ വായിച്ചിട്ടാണ്. അവർക്ക് മനസ്സിലായി സഹായിക്കേണ്ടത് പടച്ചവനാണ്. ഇന്നീ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോഴും, ഇവിടെ ഭരണകൂടങ്ങളും കോടതികളും ഉണ്ടെന്ന് പറയുമ്പോഴും, ഇന്ന് വെള്ളിയാഴ്ച യുപിയിലെ പള്ളികളിൽ ജുമാ നമസ്കാരം 2:30 മണിക്കാണ്. ഇന്ത്യ ളുഹർ ബാങ്ക് വിളിച്ചാൽ ജുമാ നമസ്കരിക്കാൻ കഴിയില്ല. ഹോളി ആഘോഷമാണ് അവിടെ. മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു, ജുമാ നമസ്കാരം സമയം മാറ്റി നിശ്ചയിക്കണം. 100-ലധികം പള്ളികൾ ടർപ്പോളിംഗ് കൊണ്ട് മൂടിയിരിക്കുക. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് മുസ്ലിമിന്റെ പള്ളി കണ്ടുകൂടാ. പള്ളി കണ്ടാൽ വികാരമുണ്ടാകുന്ന വൈകാരിക ജീവികളുടെ നാടായി ഈ രാജ്യം അധപ്പതിച്ചുപോയി മാറിപ്പോയിരിക്കുന്നു. നമുക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി നമ്മുടെ രാജ്യത്ത്, ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് സ്വതന്ത്രമായി ജുമാ നമസ്കരിക്കാൻ പറ്റുമ്പോൾ യുപിയിലെ ജനങ്ങൾ ഇന്ന് എങ്ങനെ ജുമാ നമസ്കരിക്കുമെന്നുള്ള ഭയപ്പാടിലാണ്. എന്താണ് സംഭവിക്കാൻ പോവുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ അകമഴിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുക. രാജ്യത്തിന്റെ അവസ്ഥകൾ മാറേണ്ടതുണ്ട്. നീതിബോധമുള്ള ഭരണാധികാരികളുടെ കയ്യിലേക്ക് അധികാരം എത്തിപ്പെടേണ്ടതുണ്ട്. ജനങ്ങൾ ഈ ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സഹായമുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ് വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ റമദാൻ. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിനനുസരിച്ചുള്ള ജീവിത രീതി നമ്മളിൽ ഉണ്ടാക്കിത്തീർക്കേണ്ട അവസരവുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു ഭരണകൂടത്തെ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. ഫാസിസ്റ്റുകളുടെ തന്ത്രങ്ങളെ പടച്ചു തമ്പുരാൻ പരാജയപ്പെടുത്തുമാറാകട്ടെ.